ഫൈൻ ബിൽഡേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാനുള്ളത് തിരുവനന്തപുരം മലയൻകീഴ് ജംഗ്ഷനിൽ നിന്ന് 2.5 കിലോമീറ്റർ മാറി മച്ചേൽ മെയിൻ റോഡിൽ നിന്ന് 50 മീറ്റർ മാത്രം മാറി 8ഓളം വീടുകളുള്ള ഒരു വില്ല കമ്മ്യൂണിറ്റിയിലാണ്. ഇവിടെ 5 സെന്റിൽ 1000 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമുകളുള്ള വാസ്തുപ്രകാരം പടിഞ്ഞാറ് ദർശനത്തിൽ നിർമ്മിച്ച ഒരു വീട് വിൽപ്പനയ്ക്കായി വന്നിട്ടുണ്ട്. ഈ വീടിന് ചോദിക്കുന്ന വില 49 ലക്ഷം രൂപയാണ്. വില നെഗോഷ്യബിൾ ആണ്. നമുക്കിനി വീടിന്റെ കാഴ്ചകൾ കണ്ടുവരാം. GA² ബിൽ ബ്ലാക്ക് കളർ നൽകിയിട്ടാണ് ഇവിടുത്തെ ഗേറ്റ് നൽകിയിരിക്കുന്നത്. നമുക്ക് ഇവിടുത്തെ കോമ്പൗണ്ട് വാളിലും അഡീഷണൽ ആയിട്ട് ഒരുപാട് വർക്കുകൾ നൽകിയിട്ടുണ്ട്. നമുക്ക് ഒരു സൈഡിലേക്ക് ഒരു വിക്കറ്റ് ഗേറ്റും അതുപോലെ തന്നെ സ്ലൈഡ് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ഗേറ്റുമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. വീടിന്റെ കോമ്പൗണ്ടിന്റെ ഉള്ളിലേക്ക് വരുമ്പോൾ വിശാലമായിട്ടുള്ള ഒരു കാർ പാർക്കിംഗ് ഏരിയയാണ് നമുക്ക് ഇവിടെ വരുന്നത്. 1-2 വലിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഇന്റർലോക്കാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നമുക്കിനി അവിടെ നിന്ന് വീട്ടിലെ മുറ്റത്തേക്ക് വരുമ്പോൾ നമുക്ക് പാർക്കിംഗ് ഡേയിലാണ് ഈ ഭാഗത്തായിട്ട് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ട് നമുക്കൊരു 3 പാളി വിൻഡോ നൽകിയിട്ടുണ്ട്. നമുക്ക് ഇവിടെയായിട്ടൊരു നല്ലൊരു ഗാർഡൻ ഏരിയ ക്രമീകരിച്ചിട്ടുണ്ട്. നമുക്കിനി സിറ്റ് ഔട്ടിലേക്ക് വരുമ്പോൾ ഗ്രാനൈറ്റ് ആണ് സ്റ്റെപ്പിന് നൽകിയിരിക്കുന്നത്. സിറ്റ് ഔട്ടിൽ വരുമ്പോൾ 4x2 ആന്റി സ്കിഡിംഗ് ടെയിലാണ് നൽകിയിട്ടുള്ളത്. നമുക്കിനി ഈ ഒരു വാളിൽ നമുക്ക് സിമെന്റ് ടെക്സ്ചറാണ് നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫോൾ സീലിംഗ് വർക്കും ഫാൻസി ലൈറ്റും ഒക്കെ നൽകിയിട്ടുണ്ട്. നമുക്കിനി ഇവിടുത്തെ മെയിൻ ഡോർ വരുന്നത് പ്ലാവിലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇവിടുത്തെ ബാക്കിയുള്ള തടികളെല്ലാം ആഞ്ഞിലി മഹാഗണിയിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി വീടിന്റെ ഉള്ളിലെ കാഴ്ചകളാണ് വരാം. വീടിന്റെ ഉള്ളിലേക്ക് വരുമ്പോൾ 4x2 മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് ഫ്ലോറിന് നൽകിയിട്ടുള്ളത്. 16x12 ലിവിംഗിന്റെ സൈസ് വരുന്നത്. നമുക്കിവിടെ മുഴുവനായിട്ട് ഫോൾ സീലിംഗ് വർക്ക് നൽകിയിട്ടുണ്ട്. അതിലൊക്കെ തന്നെ പ്രൊഫൈൽ ലൈറ്റും സ്പോട്ട് ലൈറ്റും ഒക്കെ നൽകിയിട്ടുണ്ട്. നമുക്കിനി ഇവിടുത്തെ TV യൂണിറ്റ് ചെയ്തിരിക്കുന്നത് ലാമിനേഷൻ ബോർഡിലാണ്. അതുപോലെ തന്നെ WPCയുടെ ഒരു പാനലിംഗ് വർക്ക് ബാക്കിലായിട്ട് നൽകിയിട്ടുണ്ട്. നമുക്ക് മുകളിലായിട്ട് മുഴുവനായിട്ട് സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രൊഫൈൽ ലൈറ്റും സ്പോട്ട് ലൈറ്റും ഒക്കെ ഇതിലും നമുക്ക് നൽകിയിട്ടുണ്ട്. നമുക്കിനി ഇവിടെയായിട്ടാണ് നമുക്ക് ഇൻവെർട്ടറിന്റെ ഒരു പ്രൊവിഷൻ നൽകിയിരിക്കുന്നത്. ഇവിടെ നമുക്ക് LECന്റെ ബ്രാൻഡാണ് ഇലക്ട്രിക്കൽ ഫിറ്റിംഗ്സ് നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ DB ബോക്സിനെ കവർ ചെയ്ത് നമുക്കൊരു ബോക്സ് ഇവിടെ നൽകിയിട്ടുണ്ട്. നമുക്കിനി ഇവിടെ നിന്ന് ഡൈനിങ്ങിലേക്ക് വരുമ്പോൾ 12x10 ഡൈനിങ്ങിന്റെ സൈസ് വരുന്നത്. ഡൈനിങ്ങിനോട് ചേർന്ന് തന്നെ ഒരു ക്രോക്കറി യൂണിറ്റ് നൽകിയിട്ടുണ്ട്. അതിന്റെ ഇടതുഭാഗത്തായിട്ട് നമുക്ക് ഒരു വാഷിംഗ് കൗണ്ടർ നൽകിയിട്ടുണ്ട്. സെറയാണ് ഫിറ്റിംഗ്സ് വരുന്നത്. അതിൽ നമുക്ക് സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ മിററും നൽകിയിട്ടുണ്ട്. ഡൈനിങ്ങിൽ നിന്ന് കിച്ചണിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ ആയിട്ട് ഒരു 5 ഫാൻസി ലൈറ്റ് നൽകിയിട്ടുണ്ട്. കിച്ചണിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ഓപ്പൺ കിച്ചണാണ് നൽകിയിട്ടുള്ളത്. ഇവിടെ നമുക്ക് ലാമിനേഷൻ ബോർഡിൽ ഒരു പാർട്ടീഷൻ നൽകിയിട്ടുണ്ട്. ഇവിടെ ആയിട്ട് നമുക്ക് WPCയുടെ ഒരു പാനലിംഗ് നൽകിയിട്ടുണ്ട്. കിച്ചന്റെ ഉള്ളിലേക്ക് വരുമ്പോൾ 10x12 കിച്ചന്റെ സൈസ് വരുന്നത്. നമുക്ക് ഇവിടെയും 4x2 ആന്റി സ്കിഡിംഗ് ടെയിൽ തന്നെയാണ് നൽകിയിരിക്കുന്നത്. കൗണ്ടർ ടോപ്പ് നമുക്ക് വരുന്നത് ഗ്രാനൈറ്റ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ഒരു സിങ്കും 2 സിങ്കോക്കും ഒക്കെ നൽകിയിട്ടുണ്ട്. ഇവിടെ ആയിട്ട് നമുക്ക് മുഴുവനായിട്ട് സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട്. മുഴുവനും ചെയ്തിരിക്കുന്നത് ലാമിനേഷൻ ബോർഡിൽ തന്നെയാണ്. അതുപോലെ തന്നെ ഫ്രിഡ്ജ് വെക്കാനുള്ള ഒരു ഏരിയ നമുക്ക് നൽകിയിട്ടുണ്ട്. നമുക്കിനി അവിടെ നിന്ന് ഇവിടേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ടാണ് നമുക്ക് വർക്ക് ഏരിയ വരുന്നത്. വർക്ക് ഏരിയയിലും നമുക്കൊരു സിങ്കോക്കും ഒക്കെ അവൈലബിൾ ആണ്. നമുക്കിനി കിച്ചണിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ നമുക്കിവിടെ ഒരു നനകല്ല് നൽകിയിട്ടുണ്ട്. അതുപോലെ കിണറാണ് ഇവിടുത്തെ പ്രൈമറി വാട്ടർ സോഴ്സ് വരുന്നത്. നമുക്ക് വാട്ടർ കണക്ഷനും അവൈലബിൾ ആണ്. നമുക്കിനി ബെഡ്റൂമുകളിലെ കാഴ്ചകളുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഈ വീട്ടിൽ 3 ബെഡ്റൂമുകളാണ് ഉള്ളത്. കയറി വരുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലായിട്ട് ഒരു ബെഡ്റൂമും ലെഫ്റ്റ് സൈഡിലായിട്ട് 2 ബെഡ്റൂമാണ് നൽകിയിട്ടുള്ളത്. നമുക്ക് ഇവിടുത്തെ ആദ്യത്തെ ബെഡ്റൂമിലേക്ക് വരുമ്പോൾ നമുക്ക് ബെഡ്റൂമിലേക്ക് കയറി വരുമ്പോൾ തന്നെ നേരെ കാണുന്ന ഈ ഒരു വാളിൽ ടെക്സ്ചർ വർക്കാണ് നൽകിയിട്ടുള്ളത്. ഈ ഒരു വാളിൽ നമുക്കൊരു 3 പാളി വിൻഡോ നൽകിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് 4x2 ആന്റി സ്കിഡിംഗ് ടെയിൽ തന്നെയാണ് നൽകിയിട്ടുള്ളത്. അതിലൊക്കെ തന്നെ അപ്പോക്സി നൽകിയിട്ടുണ്ട്. 13x10 ഈ ബെഡ്റൂമിന്റെ സൈസ് വരുന്നത്. അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള സീലിംഗ് വർക്ക് നൽകിയിട്ടുണ്ട്. ഇവിടെ ആയിട്ടാണ് നമുക്ക് വാർഡ്രോബ് നൽകിയിട്ടുള്ളത്. 3 പാളിയാണ് നൽകിയിട്ടുള്ളത്. അതിനോട് ചേർന്ന് തന്നെ ഒരു മേക്കപ്പ് സ്റ്റാൻഡ് നൽകിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇവിടുത്തെ വാഷ്റൂമിലേക്ക് വരുമ്പോൾ സെറയാണ് ഇവിടുത്തെ ഫിറ്റിംഗ്സ് നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു മിക്സർ യൂണിറ്റ് നൽകിയിട്ടുണ്ട്. 2x2 ആന്റി സ്കിഡിംഗ് ടെയിലാണ് ഫ്ലോറിന് നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്കൊരു ഹീറ്ററിന്റെ പോയിന്റ് നൽകിയിട്ടുണ്ട്. ഇതേ രീതിയിൽ വേറെ കളർ പാറ്റേണിലാണ് ഈ വീട്ടിലെ മുഴുവൻ വാഷ്റൂമുകളും ചെയ്തിട്ടുള്ളത്. നമുക്കിനി രണ്ടാമത്തെ ബെഡ്റൂമിലെ കാഴ്ചകൾ കണ്ടുവരാം. രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ കയറി വരുമ്പോൾ തന്നെ ഈ ഒരു വാളിൽ ടെക്സ്ചർ വർക്ക് നൽകിയിട്ടുണ്ട്. ഈ 2 വാളിൽ നമുക്ക് ഒരു 3 പാളി വിൻഡോ വെച്ച് നൽകിയിട്ടുണ്ട്. 12x10 ഈ ബെഡ്റൂമിന്റെ സൈസ് വരുന്നത്. 4x2 മാറ്റ് ഫിനിഷ് ടെയിൽ തന്നെയാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഇവിടെ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള സീലിംഗ് വർക്ക് നൽകിയിട്ടുണ്ട്. ഈ ബെഡ്റൂം നമുക്ക് വാഷ്റൂം അറ്റാച്ച്ഡ് ആണ് നൽകിയിട്ടുള്ളത്. നമുക്കിനി മൂന്നാമത്തെ ബെഡ്റൂമിലെ കാഴ്ചകളുണ്ട്. മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് വരുമ്പോൾ നമുക്ക് നേരെ കാണുന്ന ഈ ഒരു വാളിൽ സിമന്റ് ടെക്സ്ചർ തന്നെയാണ് നൽകിയിട്ടുള്ളത്. ഈ 2 വാളിൽ നമുക്ക് 3 പാളി വിൻഡോ വെച്ച് നൽകിയിട്ടുണ്ട്. 4x2 മാറ്റ് ഫിനിഷ് ടെയിൽ തന്നെയാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. 12x11 ഈ ബെഡ്റൂമിന്റെ സൈസ് വരുന്നത്. നമുക്ക്
സീലിംഗ് വർക്ക് ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് 3 പാളി വാർഡ്രോബ് നൽകിയിട്ടുണ്ട്. അതിനോട് ചേർന്ന് തന്നെ നമുക്കൊരു മേക്കപ്പ് സ്റ്റാൻഡ് നൽകിയിട്ടുണ്ട്. ഈ ബെഡ്റൂം നമുക്ക് വാഷ്റൂം അറ്റാച്ച്ഡ് ആണ് വരുന്നത്. നമുക്കിനി റൂഫ് ടോപ്പിലെ കാഴ്ചകളുണ്ട്. റൂഫ് ടോപ്പിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ മുഴുവനായിട്ടും വാട്ടർ പ്രൂഫിംഗ് നൽകിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ ആയിട്ട് ഒരു ഹൈറ്റ് നൽകിയിട്ടാണ് ഇവിടുത്തെ ടാങ്ക് നൽകിയിട്ടുള്ളത്. 750-ന്റെ 3 ലെയർ ടാങ്ക് ആണ് നൽകിയിരിക്കുന്നത്. വീടിന്റെ ഡീറ്റെയിൽസ് എന്നോട് പറയാം. 5 സെന്റിൽ 1000 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമുകൾ ഉൾപ്പെടുത്തി നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന് ചോദിക്കുന്ന വില 49 ലക്ഷം രൂപയാണ്. വില നെഗോഷ്യബിൾ ആണ്. ഈ വീടിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും സൈറ്റ് വിസിറ്റ് ചെയ്യുന്നതിനുമായി വീഡിയോയിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇതുപോലുള്ള പുതിയ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയുമായി കാണാം. താങ്ക്